ഇംഗ്ലീഷ് വിത്ത് എസ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എഡിറ്റ് ചെയ്യുക എന്ന ഒരു പർപ്പസോട് കൂടിയാണ് ഒരു ചോദ്യവുമായി ഞാൻ ഇന്ന് ക്ലാസ്സിലെത്തിയിരിക്കുന്നത്. വരൂ, നമുക്കിത് എങ്ങനെ എഡിറ്റ് ചെയ്യാം, തെറ്റ് തിരുത്താം എന്നൊന്ന് നോക്കാം. ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ് that I have overheard that conversation. The next day when the principal called me into his office, I knew what be it would about. He looks uncomfortable and happy. നമ്മൾ മുൻപും എഡിറ്റ് ചെയ്യുക എന്നൊരു ഭാഗം കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് വരാവുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാം, ടെൻസിലുണ്ടാകുന്ന മിസ്റ്റേക്ക് വരാം, വേർഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതേണ്ടതായ രൂപത്തിലെ മിസ്റ്റേക്കുകളും വരാം. അത് ഏതാണെന്ന് നല്ല ശ്രദ്ധാപൂർവം നോക്കി എഴുതി കഴിഞ്ഞാൽ, തിരുത്തി എഴുതിയാൽ 4 മാർക്ക് നിർബന്ധമായും നമുക്ക് ലഭിക്കുകയും നമ്മുടെ സ്കോർ കൂടുകയും ചെയ്യും, ഗ്രേഡ് മാറും. വരും നോക്കാം. ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ് that I have. ഇവിടെ ആ ക്വസ്റ്റ്യനിൽ എ എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ എന്തായിരിക്കാം ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കാൻ ഈ സെന്റൻസ് ആരംഭിച്ചപ്പോൾ വന്നിട്ടുള്ള വെർബ് ഏതെന്ന് നോക്കുക. ആ വെർബിന്റെ ടെൻസ് മനസ്സിലാക്കുക. ഇവിടുത്തെ വെർബ് സീംഡ് എന്നാണ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യത്തെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ സെന്റൻസ് ആരംഭിച്ചപ്പോൾ തന്നെ പാസ്റ്റ് ടെൻസിൽ വന്നതുകൊണ്ട് ഇവിടെ എ എന്ന് കൊടുത്തിട്ടുള്ള ഈ നമ്പറിന് അടുത്തായി കാണപ്പെടുന്ന വെർബിന്റെ ടെൻസ് മാറണം. ഇവിടെ കിടക്കുന്നത് ഏതാ? ഹാവ്. ഹാവ് എന്ന് പറയുന്നത് പ്രസന്റ്. ഇത് എന്തായിട്ട് മാറണം? പാസ്റ്റ്. അപ്പോൾ ഹാവിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഹാഡ്. അപ്പൊ എയുടെ ആൻസർ എന്താ? ഹാഡ്. ഹാഡ് എന്ന് എഴുതണം. അപ്പൊ ഹാഡ് എന്നായി. Overheard that conversation the next day when the principal called me. അടുത്ത ദിവസം പ്രിൻസിപ്പിൾ എന്നാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ എന്നാണ്. ഇവിടെയാണ് അടുത്ത മിസ്റ്റേക്ക്. നമ്പർ ബി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രിൻസിപ്പിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്നെ വിളിപ്പിച്ചതാരാ? പ്രിൻസിപ്പൽ എന്നാണ്. അതിനാൽ ഇവിടത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ബി പ്രിൻസിപ്പൽ എന്നാണ്. PRINCIPAL. അതാണ് അവിടുത്തെ ആൻസർ. പ്രിൻസിപ്പൽ. അടുത്തെന്താ? കോൾഡ് മീ ഇൻ ഹിസ് ഓഫീസ്. ഐ ന്യൂ വാട്ട് ബി ഇറ്റ് വുഡ്. അവിടെ സി എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്രയും മിസ്റ്റേക്ക് ഉണ്ട്. എന്തായിരിക്കാം? ഇവിടെ വാക്കുകൾ റീഅറേഞ്ച് ചെയ്യുക എന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എങ്ങനെ എഴുതും? വാട്ട് ഇറ്റ് വുഡ് ബി. വാട്ട് ഇറ്റ് വുഡ് ബി. അപ്പോൾ സി മൂന്നാമത്തെ ആൻസർ എന്താണ്? ഇറ്റ് വുഡ് ബി. ഇറ്റ് വുഡ് ബി എന്ന് എഴുതണം. He looks uncomfortable. ഇവിടെ മിസ്റ്റേക്ക് എവിടെ വന്നിരിക്കുന്നത്? നമ്പർ ഡി. ഇതാ കണ്ടോ? അപ്പൊ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട് ഈ വെർബിൽ. ഈ വെർബ് ഇവിടെ ലുക്സ് എന്നാ തന്നിരിക്കുന്നത്. അവിടെ സബ്ജക്റ്റും വെർബും തമ്മിൽ നോക്കിയാൽ ശരിയാണ്, പക്ഷെ ഇവിടെ ടെൻസ് നോക്കുമ്പോൾ തെറ്റാണ്. അതിനാൽ ലുക്സ് എന്നത് പ്രസന്റ് ടെൻസ് ആണ്. ഇതിന്റെ പാസ്റ്റ് ടെൻസ് വരണം, ലുക്ഡ് എന്ന് വരണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ലുക്ഡ്. ആൻസർ ലുക്ഡ്. ഓക്കെ, ഇതാണ്